ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ എൻ്റെ ബ്രദറ് ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് കുന്നംകുളത്ത്. താജ് ഗ്രൂപ്പ് എന്ന് തന്നെ പറഞ്ഞിട്ട് അവനക്ക് ഓൾറെഡി 4-5 സ്ഥലത്ത് ഓൾറെഡി ഷോപ്പുകളുള്ളതാണ്. പിന്നെ പോർക്കുളത്താണ് ഫസ്റ്റ് അവൻ തുടങ്ങിയത്, ഞങ്ങളുടെ നാട്ടിൽ തന്നെ പെയിൻറ്റും കാര്യങ്ങളും എല്ലാതുമായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ വട്ടമ്പാടത്ത് തുടങ്ങി പെയിൻറ്റുകളൊക്കെ ആയി. പിന്നെ അപ്പം അതിന് ശേഷം കുന്നംകുളത്ത് കളർ ക്യൂബ് എന്ന് പറഞ്ഞിട്ട് ഏഷ്യൻ പെയിൻറ്റിൻ്റെയും പിന്നെ ഇൻഡിഗോ പെയിൻറ്റും രണ്ടും കൂടിയിട്ടുള്ള ഷോപ്പാണ് കേട്ടോ അവൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബുധനാഴ്ചയാണ് അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് എടുത്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബും ചെയ്യാൻ മറക്കല്ലേ. ഒരു 10-10:30 കൂടിയിട്ടായിരുന്നു കേട്ടോ ഉദ്ഘാടനം. ഞങ്ങൾ പള്ളിക്കലത്തെ ഉസ്താദിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുന്നംകുളം ചെയർമാനില്ലേ, അതിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെല്ലാവരും കൂടിയിട്ട് ഷോപ്പൊക്കെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. പിന്നെ വലിയ സദ്യകളൊന്നും ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ വട്ടമ്പാടത്തുള്ളതിനൊക്കെ അത്യാവശ്യം കാര്യങ്ങളും ചായയും കടിയും അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ അതൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഉപ്പ മരണപ്പെട്ടിട്ട് അധികമായിട്ടില്ല. അപ്പോൾ പിന്നെ ഇത് കുറച്ച് മുന്നേ തുടങ്ങാനുള്ള ഇതുണ്ടായിരുന്നു, പ്ലാൻ ഉണ്ടായിരുന്നു. പണികൾ കഴിഞ്ഞെങ്കിൽ വേഗം തുടങ്ങണം എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം നമുക്ക് വന്നില്ല. കുറച്ച് നാളുകളായിട്ട് ഉപ്പ ഹോസ്പിറ്റലിലായ കാരണം നമുക്ക് അത് നടത്താൻ പറ്റിയില്ല. ഇപ്പോൾ മരിച്ചിട്ട് 20 ദിവസമേ ആയിട്ടുള്ളൂ. പിന്നെയും വഴുകല്ലേ എന്ന് കരുതിയിട്ട് പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയെന്ന് മാത്രം. അതുകൊണ്ട് എന്തേലും കുറച്ച് മധുരം കൊടുത്തിട്ടും ചായ കൊടുത്തിട്ടും അങ്ങനെ കുറച്ച് അത്യാവശ്യം നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമായിട്ട് ക്ഷണിച്ചുള്ള ഞങ്ങളുടെ ബന്ധത്തിലുള്ളവരിനെയും ഇക്കാടെ കടയിലത്തെ സ്റ്റാഫുകളും ഞങ്ങൾ കുറച്ച് പേര് മാത്രമായിട്ടാണ് ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അവരൊരു സ്ഥാപനം തുടങ്ങല്ലേ, അത് നന്നായി വിജയിക്കട്ടെ, നമുക്കതല്ലേ ഒരു പ്രാർത്ഥന വേണ്ടത്. പിന്നെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചായയും സ്നാക്സൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോയി. ഞങ്ങൾ അവിടേക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തുവിട്ടാ. ഇതൊക്കെ കടത്തെ സ്റ്റാഫുകളാണ്. അവർ വട്ടമ്പാടത്തുള്ളവരും കടവല്ലൂരുള്ളവരും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരേപോലെ ഡ്രസ് കോഡൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് ഫോട്ടോസുകളൊക്കെ ഫോട്ടോഗ്രാഫർ എടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ അതൊന്നും കിട്ടിയിട്ടില്ല. ഇത് ഞാൻ എൻ്റെ ഫോണിലെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് ഒരു 11-11:30 ആകുമ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ സെറ്റ് ചെയ്തതൊക്കെ കാണാൻ. നമുക്ക് പെയിൻറ്റുകൾ പറയുമ്പോൾ ഇന്ന കളർ പെയിൻറ്റുകൾ ചുമരും അടിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് പോരുകയാണ്. അവിടെ കയറിയിട്ട് പെയിൻറ്റുകളുടെ ഒരു ലോകം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഈ ടൈലൊക്കെ എടുക്കാൻ പോയാലും ഒരുപാട് നമുക്കതിൻ്റെ കാറ്റലോഗൊക്കെ കാണിച്ച് തരുമല്ലോ. അതേപോലെ പെയിൻറ്റുകളും അതെ വാൾ ടൈലിനും പിന്നെ വാൾ ചുമരില്ലേ, ടൈലല്ല വാൾ ചുമരിൻ്റെ മേലെയും അതേമാതിരി ഫില്ലറുകൾക്കുള്ള വെറൈറ്റി ടെക്സ്ചർ വർക്കുകൾ ചെയ്യണതിൻ്റെ ഒക്കെ ഡിസ്പ്ലേകൾ കൊടുത്തിട്ട് കാണാണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നല്ലൊരു ഭംഗി തന്നെ കണ്ടില്ലേ. ഇതൊക്കെ നമ്മളുടെ ഫില്ലറുകളിലും റൂമുകളിലൊക്കെ ഓരോ ഭിത്തിക്ക് നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ല നല്ല വെറൈറ്റി തന്നെ പെയിൻറ്റിൻ്റെ ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ബ്രദറും വൈഫും. അപ്പോൾ അവരവിടെ നിന്നിട്ട് അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്. അതിന് ശേഷം ഇതാണ് കേട്ടോ അഖിൽ കാണിപ്പയ്യൂർ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായത്, അതും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.